നിങ്ങൾ ആരും എന്നോട് ചോദിച്ചില്ല എനിക്ക് എന്ത് പറ്റി എന്നുള്ളത്. ഒരു രൂപ പോലും ഞാൻ ഈ സർവീസിന് പേ ചെയ്യണ്ട. സെപ്റ്റംബർ 7-ാം തീയതി എൻ്റെ ഫോൺ അടിച്ചു പോയി ഗൈസ്. എന്താണ് ഫോണിന് സംഭവിച്ചെന്നറിയാനുള്ളൊരിത്. എന്നിട്ടും ഫോൺ ഓൺ ആകുന്നില്ല. ഞാൻ അവിടെ കിടന്ന് എനിക്കറിയില്ല ഞാൻ എന്തൊക്കെയാ അവിടെ കാണിച്ചു കൂട്ടിയെന്ന്. എനിക്ക് എത്ര രാത്രി ഞാൻ കുത്തിയിരുന്ന് കരഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഫോൺ മേടിച്ചതിൻ്റെ പകുതിനേക്കാൾ കൂടുതൽ പൈസ അത് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ. ഹായ്, ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഒരു നീണ്ട ഇടവേളക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത്. എൻ്റെ ലാസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണത് സെപ്റ്റംബർ 7-ാം തീയതിയാണ്, നമ്മുടെ ഓണത്തിൻ്റെ അന്ന്. അത് അമ്മ വീട്ടിൽ എല്ലാവരുമായിട്ട് പോയി ഓണം ആഘോഷിച്ചതിൻ്റെ വീഡിയോ ആയിരുന്നു. ഇന്നിപ്പോൾ അഞ്ചായില്ലേ, ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മാസമായി എൻ്റെ യൂട്യൂബ് ചാനലിൽ. ഫോട്ടോ ഒരു ഇൻസ്റ്റഗ്രാമിൽ പോലും ഞാൻ വ്ളോഗോ അല്ലെങ്കിൽ റീലോ ഷോർട്സോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇടയ്ക്കൊരു റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ജെമിനി എഫക്ട്സിൻ്റെ വെച്ചിട്ട്. അത് പിന്നെ പ്രത്യേകിച്ച് ഫോണിൽ ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്യേണ്ടാത്തൊരു വീഡിയോ ആയിരുന്നു. അതുകൊണ്ട് അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് വേറെ ഒരു വീഡിയോയും എൻ്റെ ചാനലിൽ വന്നിട്ടില്ല. നിങ്ങൾ ആരും ചോദിച്ചില്ല ഗൈസ്, നിങ്ങൾ ആരും എന്നോട് ചോദിച്ചില്ല എനിക്ക് എന്ത് പറ്റി എന്നുള്ളത്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നിച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് രാത്രി ചോദിച്ചു എന്താ ഇപ്പോൾ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്ത് പറ്റി എന്നുള്ളത്. അതല്ലാണ്ട് ഒരു DM പോലും ഒരു മെസ്സേജ് പോലും എനിക്ക് വന്നില്ല എന്ത് പറ്റി അറിയാന്ന് ചോദിച്ചിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് ദ സാഡസ്റ്റ് പാർട്ട് ഓഫ് ദിസ്. ആരും ചോദിച്ചില്ല, സങ്കടമുണ്ട്. നിങ്ങൾ ചോദിച്ചില്ലെങ്കിലും ഞാൻ പറയും. എൻ്റെ ലൈഫിൽ ഇതുവരെ ഉള്ളതിലും ഒരു ഡാർക്ക് ലൈഫിലൂടെയാണ് ഞാൻ ഇത്ര നാളും കടന്നു പോയി. ഒരു മാസം അങ്ങനെ തന്നെ പറയും, ഡാർക്ക് ഡേയ്സ് എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അത്രയും എന്നെ അങ്ങോട്ട് മെൻ്റലി എന്നെ തളർത്തിയ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു ഒരു ഐഫോൺ എടുക്കുക എന്നുള്ളത്. ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങിയ സമയം തൊട്ടുള്ള എൻ്റെ ഒരു ഡ്രീമാണത്, ഐഫോൺ മേടിക്കണം. പക്ഷെ ആ പ്രോസസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വീഡിയോ എടുക്കുന്നതും നമ്മൾ സമയമെടുത്ത് നമ്മുടെ നമുക്ക് ഓരോന്നും ചിന്തിക്കാൻ പറ്റും, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാവുന്ന രീതിയിൽ സമയമെടുത്ത് അത് എഡിറ്റ് ചെയ്ത് അത് പിന്നെ അപ്ലോഡ് ചെയ്ത് പിന്നെ അതിൻ്റെ വ്യൂസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെപ്പോഴും എൻ്റെ വീഡിയോസിൻ്റെ അടിയിലും 100 വ്യൂസ് എന്ന് കാണുന്നത് ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഞാൻ 100 ആകുന്നത് വരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം പോയി നോക്കുന്നത് യൂട്യൂബിൻ്റെ പുതിയ വീഡിയോയിൽ ഇത്ര വ്യൂസ് ആയെന്നൊക്കെയാണ്. അപ്പോൾ എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഐഫോൺ എടുത്തതും അതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ഒരു ഡ്രീമായിരുന്നു ഐഫോൺ എന്നുള്ളത്. കഴിഞ്ഞ വർഷം മെയ്യിലാണ് ഞാൻ എൻ്റെ ഐഫോൺ മേടിക്കുന്നത്. ആ സമയത്ത് ഇറങ്ങിയ മോഡൽ തന്നെ മേടിച്ചത് iPhone 15 ആണ് മേടിച്ചത്. അപ്പോൾ കഴിഞ്ഞ വർഷം മെയ്യിൽ ഫോൺ മേടിച്ചു. അങ്ങനെ അടിപൊളിയായിട്ടൊക്കെ യൂസ് ചെയ്ത് ഞാനൊരു ഐഫോൺ ഗേളായിട്ട് മാറി. അത് എല്ലാം കഴിഞ്ഞിട്ട് ഈ മെയ് എത്തിയപ്പോഴേക്കും എൻ്റെ 1 വർഷത്തെ വാറന്റിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണിന്. പക്ഷെ ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് എൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. പിന്നെ അത് റിയലൈസ് ചെയ്തത് ഞാൻ EMIക്കാണ് ഫോൺ എടുത്തത്. അപ്പോൾ ഒരു മാസം 6300 രൂപ EMI അടച്ചുകൊണ്ട് 1 വർഷം അങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ EMIയും ക്ലോസ് ചെയ്ത് ആ ഒരു റിലീഫൊക്കെ ആയിരിക്കുന്ന സമയത്താണ് ഈ സെപ്റ്റംബർ 7-ാം തീയതി എൻ്റെ ഫോൺ അടിച്ചു പോയി ഗൈസ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ പറഞ്ഞില്ല, വർക്കിന് പോയി കഴിഞ്ഞ് വന്ന് ഞാൻ വീട്ടിൽ ഇരുന്നിട്ട് ബിഗ് ബോസ് കാണുവാണ്. ഷോ കണ്ടപ്പോഴേക്ക് നോക്കുമ്പോൾ 20% ഫോണിൽ. അപ്പോൾ ആസ് യൂഷ്വൽ എപ്പോഴും 20% ആകുമ്പോൾ ഫോൺ കൊണ്ട് ചാർജിങ്ങിലിടും. അപ്പോൾ ഞാൻ കൊണ്ട് ഫോൺ ചാർജിങ്ങിലിട്ടു, ചാർജ് കയറുന്നതും കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ച് വന്നിട്ട് സമയം ഇത്രയും നോക്കാൻ വേണ്ടിയിട്ട് വന്ന് ചുമ്മാ ഒന്ന് ഐഫോണിൽ ടാപ്പ് ചെയ്തതാണ്. ഐഫോൺ ഓൺ ആകാനില്ല. അപ്പോൾ നമ്മൾ വെറുതെ ടച്ച് ചെയ്താൽ ടൈം കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി ടച്ച് ചെയ്തു, എന്നിട്ടും ഫോൺ ഓൺ ആകുന്നില്ല. ഡബിൾ ടാപ്പ് കൊടുത്തു, എന്നിട്ടും ഫോൺ ഓൺ ആകുന്നില്ല. ഞാൻ ഇവിടെ ഇതെന്ത് പറ്റിയെന്ന് വിചാരിച്ചിട്ട് ഫോൺ എടുത്തിട്ട് പവർ സ്വിച്ച് നോക്കിയിട്ട് ഫോൺ ഓൺ ആകുന്നില്ല ഗൈസ്. ഫോൺ ഒരു ഇതുമില്ല, ഡിസ്പ്ലേ ഓൺ ആകുന്നില്ല, ഫോൺ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ ലോങ് പ്രസ് ഒക്കെ ചെയ്ത് നോക്കി ഒന്നും ആകുന്നില്ല. അപ്പോൾ സിം ഓൾറെഡി ഫോണിലുണ്ടല്ലോ. അപ്പോൾ ഞാൻ അമ്മച്ചിയുടെ ഫോണിൽ നിന്ന് ജസ്റ്റ് വിളിച്ച് നോക്കുമ്പോൾ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഫോണിന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായി. എൻ്റെ ഭാഗത്തുനിന്ന് ഫോൺ താഴെ വീണിട്ടില്ല, ഫോണിൽ വെള്ളം കയറിയിട്ടില്ല. പെട്ടെന്ന് ഫോൺ പോകുകയാണ്, ഡെഡായി, ഫോൺ അവിടെ ഡെഡായിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ടെൻഷനായി. ഡിസ്പ്ലേ പോയതാണോ
അറിയാൻ പാടില്ല. അപ്പൊ ഞാൻ എനിക്ക് ഐഫോൺ പോയി മനസ്സിലെന്തോ പറ്റിയെന്ന് മനസ്സിലായി. ഞാൻ ഒന്നും നോക്കിയില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ കടവന്ത്രയിലുള്ള ആപ്പിൾ ഓതറൈസ്ഡ് സർവീസ് സെന്റർ ആണ്. അപ്പൊ കടവന്ത്രയിലുള്ള ഷോപ്പിൽ കൊണ്ടേ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് വെയിറ്റ് ചെയ്യും, അവർക്ക് 2-3 ടെസ്റ്റ് ചെയ്യാനുണ്ട്, അത് ടെസ്റ്റിന് ശേഷമേ എന്ത് പറ്റിയെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. സോ ഞാൻ വെയിറ്റ് ചെയ്തു. 10-11 മണിയായിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ അത് കഴിയണില്ല. പക്ഷെ ഇത് എത്ര ടൈം എടുത്തിട്ടും ഇതൊന്നും കാണിക്കുന്നില്ല. അപ്പൊ ആ ചേച്ചിയോട് പറഞ്ഞ എൻ്റെ പേരും ഡീറ്റെയിൽസും പിന്നെ അവിടുത്തെ ഏതോ ഫോമൊക്കെ ഉണ്ട്, അത് ഫില്ല് ചെയ്തിട്ട് ഈവനിങ് വരാൻ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും 1 മണി ആയിട്ടുണ്ടായിരുന്നു. എനിക്കവിടെ ഇരിക്കും തോറും ടെൻഷനാണ്, എന്താണ് ഫോണിന് സംഭവിച്ചെന്ന് അറിയാനുള്ളൊരിത്. ഉച്ചക്ക് ഇറങ്ങിയിട്ട് പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് പോയത്. പക്ഷെ ഫുഡൊന്നും എനിക്ക് ഇറങ്ങുന്നില്ലായിരുന്നു. എനിക്ക് ടെൻഷൻ കയറിയിട്ട് എന്താന്നുള്ളൊരു ഇത് ഉള്ളിലിങ്ങനെ കിടക്കുകയാണ്. അപ്പം എനിക്ക് ഫുഡൊന്നും ഇറങ്ങുന്നില്ല. ഞാനൊരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും ആ ചേച്ചിനെ വിളിച്ചു, ചേച്ചി ഫോൺ എന്തായി എന്ന് വെച്ചപ്പോഴേക്കും പറഞ്ഞ് ഷോപ്പിലേക്ക് വരുമോ എന്ന് ചോദിച്ചു. അപ്പം നമ്മൾ വരാമെന്ന് പറഞ്ഞു. അപ്പം ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഷോപ്പിൽ ചെന്നപ്പോൾ ചേച്ചി പറഞ്ഞ് ഫോൺ ഡെഡാണ്, ഹാർഡ്വെയറിൻ്റെ ഇഷ്യൂ ആണ്, ഹാർഡ്വെയർ പോയതാണ്. എടുത്ത് ചോദിച്ചു ഫോൺ താഴെ വീണിട്ടുണ്ടോ, വെള്ളം കയറിയതാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴും അതൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ചേച്ചിയോട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, നേരിട്ട് ആപ്പിളിൻ്റെ കസ്റ്റമർ കെയറിൽ വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു. എനിക്ക് ആ ചേച്ചി അപ്പം തന്നെ എനിക്ക് നമ്പർ തന്നു. അതായത് ഫോൺ എന്താ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അവരോടും പറയും, അവർ അപ്രൂവൽ തരുവാണെങ്കിൽ ഇത് ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്ത് മാറി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെറുതെ ഒന്ന് ആ ചേച്ചിയോട് ചോദിച്ചു, അല്ലെങ്കിലോ ചേച്ചി അവർ എനിക്ക് അപ്രൂവൽ തന്നില്ലെങ്കിലോ? അപ്പോഴേക്കും ആ ചേച്ചി പറയാം, അപ്രൂവൽ തന്നില്ലെങ്കിൽ ഇത് മാറാൻ വേണ്ടിയിട്ട് 42,000 രൂപയാവുന്ന. ഐ വാസ് ലൈക്ക്, ഞാൻ ചേച്ചി എന്ത് 42,000 രൂപയാ? അപ്പൊ ആ ചേച്ചി പറഞ്ഞാൽ അത്രയും ആകുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ കിടന്ന് എനിക്കറിയില്ല ഞാൻ എന്തൊക്കെയാ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയെന്ന്. എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. 42,000 രൂപ എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഫോൺ മേടിച്ചതിന്റെ പകുതിനേക്കാൾ കൂടുതൽ പൈസ അത് സർവീസ് ചെയ്യാൻ വേണ്ടി. ഞാൻ പോലും എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് പോലും അല്ല ഹാർഡ്വെയറിന്റെ ഇഷ്യൂ. ഞാൻ അവിടെ കിടന്ന് പെട്ടെന്ന് ഷോക്കായി. എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. ഞാൻ ചേച്ചി എൻ്റെ ഇ എം ഐ ജസ്റ്റ് കഴിഞ്ഞുള്ളൂ. മെയ്യിലാണ് എൻ്റെ EMI മെയ് കഴിഞ്ഞിട്ട് ഇപ്പം ഇത്രയും മാസമേ ആകുന്നുള്ളൂ, 3-4 മാസമേ ആകുന്നുള്ളൂ. ഇത് എന്തോന്നാണെന്ന് വെച്ചാൽ 42,000 രൂപ എനിക്ക് അഫോർഡ് പോലും ചെയ്യാൻ പറ്റാത്ത എമൗണ്ട് ആണ്. അതിലും എൻ്റെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്ക് അല്ല. ഞാൻ എൻ്റെ ദയനീയാവസ്ഥയൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ചേച്ചിനോട് പറഞ്ഞു, ഇപ്പം എന്നോട് എന്തൊക്കെയാണോ പറഞ്ഞത് അത് അതേ വഴി തന്നെ കസ്റ്റമർ കെയർ വിളിക്കുമ്പോഴും സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ ആ ഷോപ്പിൻ്റെ പുറത്തിറങ്ങിയിട്ട് എനിക്ക് മൊത്തം കിളി പോയെന്ന് പറയത്തില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു. മൊത്തത്തിൽ കിളി പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. പക്ഷെ സത്യം പറയട്ടെ, ലിറ്ററലി ഞാൻ വണ്ടിയുടെ ബാക്കിൽ ഇരുന്ന് ഞാൻ കരയണമായിരുന്നു. അത്ര എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇത്രയും ആശിച്ച് മോഹിച്ചൊരു ഫോൺ മേടിച്ചിട്ട് 1 വർഷം ഞാൻ യൂസ് ചെയ്തിട്ട് അതും അതിൻ്റെ എക്സൈറ്റ്മെന്റ് പോലും ഇതുവരെ എനിക്ക് ഓവറായിട്ടില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ അന്ന് തന്നെ രാത്രി ഞാൻ കസ്റ്റമർ കെയറിനെ വിളിച്ച് എനിക്ക് കോള് കണക്ട് ആയത് ഒരു ലേഡി ആയിട്ടാണ് ഫുൾ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ് ഏത് സർവീസ് സെന്ററിലാണ് ഫോൺ കൊണ്ടേ കാണിച്ചത്. അപ്പം നമ്മൾ ആ സർവീസ് സെന്റർ ലൊക്കേറ്റ് ചെയ്യുന്ന പിൻകോഡ് പറഞ്ഞാൽ മതി. അപ്പം അത് വെച്ചിട്ടാണ് അവർ കണക്ട് ചെയ്യണത്. അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരെന്നോട് പറഞ്ഞു സർവീസ് സെന്ററിലേക്ക് മെയിൽ അയച്ചിട്ടുണ്ട്. വൺസ് അവർക്ക് മെയിലിന് റിപ്ലൈ കിട്ടുവാണെങ്കിൽ അവർ എന്നെ കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞു. നമ്മളോട് ചോദിക്കും ഏത് ടൈമിൽ വിളിക്കണം എന്നുള്ളത്. അപ്പം പിറ്റേ ദിവസം ആ ടൈമിൽ വിളിക്കാന്ന് പറഞ്ഞു. വിളിച്ചിട്ട് അവർ പറഞ്ഞു സർവീസ് സെന്ററിലേക്ക് മെയിലൊക്കെ അയച്ചിട്ടുണ്ട്, റിപ്ലൈ വന്നിട്ടില്ല ഇതുവരെ, അതുകൊണ്ടാണ് ഒരു അപ്ഡേറ്റ് തരാൻ പറ്റാത്തത്. അവിടെ റിപ്ലൈ കിട്ടി കഴിയുമ്പോഴേക്കും എന്നെ പിന്നെ കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസത്തേക്ക് ലൈക്ക് ഇതൊരു പ്രോസസ്സാണ്. ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റില്ല. എൻ്റെ ഫോൺ 7-ാം തീയതി ഫോൺ അടിച്ചു പോകണു. 1 മാസം എടുത്തെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അത് ഇതാണ്. അത്രയും ഞാൻ കസ്റ്റമർ കെയറിനെ വിളിച്ച് സംസാരിച്ച് ലാസ്റ്റ് ആ പെണ്ണിൻ്റെ കേസ് തുടങ്ങി വെച്ചിട്ട് ഇവിടെ സർവീസ് സെന്ററിൽ നിന്ന് അവർക്ക് മെയിൽ അയച്ചു. ഫോണിന് ഫിസിക്കൽ ഡാമേജ് ഒന്നുമില്ല, വെള്ളമൊന്നും കയറിയിട്ടില്ല, ഹാർഡ്വെയറിൻ്റെ ഇഷ്യൂ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണെന്നുള്ള രീതിയിൽ സർവീസ് സെന്ററിൽ നിന്ന് അവർക്ക് മെയിൽ അയച്ചു. നമ്മുടെ ഫോണിന് ഫിസിക്കൽ ഡാമേജ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവർ എൻ്റെ കേസ് അപ്രൂവ് ചെയ്തത്. എനിക്ക് എന്താണെന്ന് അറിയണം, അപ്ഡേഷൻ എന്താണെന്ന് അറിയണം. അപ്പോൾ ആ പെണ്ണ് വിളിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് തന്നെ റിസൾട്ട് തന്നെ റിയൊക്കെ തരുമെന്ന രീതിയിലാണ് ആ പെണ്ണിനോട് സംസാരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി, 2ാമത്തെ ആഴ്ച ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് അപ്ഡേഷൻ അറിയണം, ഇവരുടെ അപ്രൂവൽ കിട്ടിയാലേ എനിക്ക് എന്താ പറയുക ഫ്രീ ഓഫ് കോസ്റ്റിൽ എൻ്റെ ഫോൺ എനിക്ക് മാറി കിട്ടുള്ളൂ.
അപ്പോൾ ഇത് വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആ പെണ്ണിന് നമുക്ക് അങ്ങോട്ട് വിളിക്കാൻ പറ്റൂല. പിന്നെ ഇങ്ങോട്ട് വിളിക്കുന്ന നമ്പർ ഇന്റർനാഷണൽ നമ്പറുമാണ്, നമുക്ക് അങ്ങോട്ട് ആ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കാനും പറ്റില്ല. നിങ്ങൾക്ക് അറിയില്ല ഗൈസ്, എൻ്റെ സ്ലീപ്ലെസ് നൈറ്റ് ഒക്കെ ആയിരുന്നു. ഞാൻ എത്ര രാത്രി ഞാൻ കുത്തിയിരുന്ന് കരഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഇത്ര രാത്രി എനിക്കത് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. ഞാൻ മെൻ്റലി ഡൗൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ വെയിറ്റ് ലോസായി, എനിക്ക് മര്യാദക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല, അതിനുവേണ്ടി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രി കരച്ചില് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും പിന്നെ ഒരു ഫോണല്ല അതിനാണ് ഇത്രയും ഷോ ഓഫ് എന്ന്. പക്ഷെ അത് ഏതൊരു കാര്യവും നമ്മുടെ സ്വന്തം ലൈഫിൽ കൂടി എന്താ പറയുക പാസ്സാകുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്ര എന്നുള്ള മനസ്സിലാവുള്ളൂ. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു കാര്യമാണ്. ഞാനൊരു ഐഫോൺ മേടിച്ചത് അത് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അപ്പം ഞാൻ അത്രയും ആഗ്രഹിച്ച് മേടിച്ചൊരു സാധനം പോകുമ്പോൾ അത് എന്നെ മെൻ്റലി ശരിക്കും ഡൗൺ ആക്കിയൊരു സംഭവമാണ്. ഫുൾ ടൈം ഈ ചിന്തയാണ്, ഫോൺ എന്താകും, അവർ അപ്രൂവൽ തരുമോ, ഇല്ലെങ്കിൽ അപ്രൂവൽ തന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും. എന്തായാലും 42,000 രൂപ കൊടുത്ത് എന്തായാലും ഫോൺ ശരിയാക്കത്തില്ല എന്നാണ് തീരുമാനിച്ചതാണ്. അനിയത്തിനെ വിളിച്ചപ്പോൾ അവള് പറഞ്ഞ അതിനേക്കാൾ നല്ല കുറച്ചൊരു പൈസ കിട്ടാം, പുതിയ ഫോൺ മേടിക്കാം, വെറുതെ ഇത് ശരിയാക്കണ്ട എന്ന രീതിയിൽ. പക്ഷെ എനിക്ക് പുതിയ ഫോൺ മേടിക്കുന്നതിലല്ല, മേടിച്ചിട്ട് ഒരു വർഷമാകുന്നുള്ളല്ല, ആ ഒരു ഇതാണ് എനിക്ക്. അങ്ങനെ ഞാൻ ഇവർ വിളിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇവർ വിളിക്കണില്ല. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്ത് അങ്ങോട്ട് വിളിച്ചപ്പോഴേക്കും കോള് കണക്ട് ചെയ്തത് വേറൊരാൾക്കാണ്. ആളോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു, ആ ഒരാഴ്ചയായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അയാള് എൻ്റെ കേസ് എടുക്കുന്ന സീനിയർ ആയിട്ടുള്ള ഒരാളുമായിട്ട് കോള് കണക്ട് ചെയ്തു. പിന്നെ സംസാരിച്ചത് ഫുൾ ആ പുള്ളിക്കാരത്തിനോടായിരുന്നു. ആ പുള്ളിക്കാരത്തി എനിക്ക് അങ്ങനെ ആ കേസ് അവിടെ വെച്ച് ക്ലോസ് ചെയ്ത് തന്നു. അപ്പം അതിന് മുമ്പ് ഒരു ദിവസം എന്നെ മറ്റേ ഫസ്റ്റ് ഞാൻ കോണ്ടാക്ട് ചെയ്ത പെണ്ണ് എന്നെ വിളിച്ചിട്ട് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അന്നാണ് സത്യത്തിൽ എനിക്കിന്ന് ഞാനൊരു 3/4 ഭാഗം ഞാനന്ന് ഫ്രീ ആയത്. അവർ വിളിച്ചിട്ട് പറഞ്ഞു, റിയയുടെ കേസ് ഞങ്ങൾ കൺസിഡർ ചെയ്തു, റിയയുടെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്ക് അല്ല, മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ്. സോ യു വോണ്ട് ഹൗ ടു പേ എനി സിംഗിൾ മണി ഫോർ ദിസ് സർവീസ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഹാപ്പിനെസ് ഉണ്ടല്ല, ഒരു രൂപ പോലും ഞാൻ ഈ സർവീസിന് പേ ചെയ്യേണ്ട, ഫുൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ കമ്പനി ഇത് എന്താ പറയുക സർവീസ് ചെയ്ത് തരുന്നതെന്ന് ആ പെണ്ണ് ഒരു ദിവസം എന്നോട് വിളിച്ച് പറയുകയും ചെയ്തു. അപ്പോൾ അന്ന് ഞാൻ അനുഭവിച്ച ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞെങ്കിൽ എത്ര നാളെടുക്കും എന്നൊരിതായിരുന്നു എനിക്ക്. അങ്ങനെ പുള്ളിക്കാരത്തോട് സംസാരിച്ചത് എല്ലാം ഇംഗ്ലീഷിലാണ്. നമ്മുടെ ഫസ്റ്റ് ഞാൻ ഇവരോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ വലിയ കാര്യത്തിൽ ChatGPTനോട് ചോദിച്ച് 2-3 നോട്ടൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗ്രാജുവലി നമ്മുടെ അവസ്ഥ നമുക്കേ അറിയുള്ളൂ. അവരോട് സംസാരിച്ച് വന്നപ്പോൾ പിന്നെ എനിക്ക് ഒരു ChatGPTയും വേണ്ടി വന്നില്ല. കാരണം നമ്മുടെ അവസ്ഥ അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. ആ രീതിയിൽ തന്നെ ഞാൻ അവരോട് സംസാരിച്ചു. ഞാൻ അത്രയും ദയനീയമായിട്ട് എന്നോട് പറഞ്ഞായിരുന്നു ഭയങ്കര പൊളൈറ്റായിട്ട് സംസാരിക്കണം എന്നുള്ളത്. ലാസ്റ്റ് എനിക്കൊരു ഇത് വന്നത് അപ്രൂവൽ കിട്ടി. എന്ന് സർവീസ് സെൻറ്ററിൽ കൊണ്ടു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പിറ്റേ ദിവസം തന്നെ അന്ന് വൈകുന്നേരം എന്നെ വിളിക്കുന്നത്, നാളെ തന്നെ കൊണ്ട് കൊടുക്കാവുന്ന രീതിയിൽ അവർ സർവീസ് സെൻറ്ററിലേക്ക് മെയിൽ അയച്ചു. പിറ്റേ ദിവസം തന്നെ ഞാൻ കൊണ്ട് ഫോൺ കൊടുത്തു. 18-ാം തീയതിയാണ് ഞാൻ കൊണ്ട് ഫോൺ കൊടുക്കുന്നത്, സെപ്റ്റംബർ 18-ാം തീയതി. അപ്പം എന്നോട് അവർ പറഞ്ഞത് 7 വർക്കിംഗ് ഡേയ്സ് എന്നാണ് പറഞ്ഞത്. 1.5 ആഴ്ചയോളം എടുത്ത് എൻ്റെ ഫോൺ ശരിയാക്കിയിട്ടാണ്. പിന്നെ ഞാനൊരു 4-5 ദിവസം കഴിഞ്ഞ് പിന്നെ വിളിച്ചപ്പോഴേക്കും പറഞ്ഞു പാർട്സ് വന്നിട്ടുണ്ട്, ഒന്നെങ്കിൽ ഇന്നത്തേക്ക് തന്നെ റെഡിയാകും, ഇല്ലെങ്കിൽ നാളത്തേക്കായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു. അച്ഛൻ എന്നെ വൈകുന്നേരം തന്നെ വിളിച്ചിട്ട് 30-ാം തീയതി തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഫോൺ റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ്. 1-ാം തീയതി ഞാൻ പോയി ഫോൺ അവിടെ നിന്ന് മേടിച്ചു. എൻ്റെ ഫോൺ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അമ്മേ, അത് വേറൊരു കാര്യം കൂടി ഉണ്ട്, ഫോണിന് ഫിസിക്കൽ ഡാമേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് കമ്പനി ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്തു തന്നത്. അപ്പോൾ ഈ ഒരു മാസം ഈ ഓൾമോസ്റ്റ് ഒരു 25 ദിവസത്തോളം ഞാൻ ഫോൺ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ സിമ്മ് മാത്രം ഞാൻ ആരെങ്കിലും വിളിച്ചാൽ എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് എൻ്റെ സിമ്മ് മാത്രം എനിക്കൊരു കമ്പനി ഫോണുണ്ട്, കമ്പനി ഫോണിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ പേയ്മെൻ്റ് എല്ലാം പെൻഡിങ് ആയി, എൻ്റെ EMI ഒക്കെ പെൻഡിങ് ആയി. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു ഫ്രസ്ട്രേഷൻ ആയിരുന്നു. EMI ഒക്കെ പെൻഡിങ് ആവും, സിബിൽ സ്കോർ കുറയും, ആ ഒരു തോട്ടൊക്കെ ഒന്ന് മൊത്തത്തിൽ ഞാൻ എന്താ പറയുക സ്ട്രെസ്ഫുൾ എന്ന് പറയാൻ പറ്റത്തില്ല, മൊത്തത്തിൽ പോയൊരവസ്ഥയായിരുന്നു അതൊക്കെ. സോ അതിനകത്ത് നിന്നൊക്കെ ഒരു റിലീഫ് ഉണ്ടായത് എനിക്ക് ആ 1-ാം തീയതി, കൃത്യം 1-ാം തീയതിയാണ് എനിക്ക് ഫോൺ കിട്ടുന്നത്. അമ്മേ, 1-ാം തീയതി എനിക്ക് എൻ്റെ ഫോൺ കിട്ടി. ഫോൺ കൈ കിട്ടിയപ്പോഴേക്കും ഡാറ്റാസ് ഒന്നുമില്ല, ഞാൻ എടുത്ത വീഡിയോസ് ഒന്നുമില്ല, ഫുൾ ഡാറ്റ ഒന്നുമില്ല.
ഒരു പുതിയ ഫോൺ മേടിക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെയാണ് ഫോൺ. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞു അത് പോകും മോളെ, നമ്മൾ ഫുൾ ബോഡി മാറ്റി അതെല്ലാം മാറ്റിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ പഴയ ആപ്പിൾ ID വെച്ചിട്ട് എനിക്ക് കയറാൻ പറ്റില്ല. ഇവിടെ കയറാൻ പറ്റും, iCloud-ആയിട്ട് സിങ്ക് ചെയ്തിട്ടിരിക്കുന്ന ഡാറ്റാസ് ആണെങ്കിൽ അതെല്ലാം തിരിച്ച് റിട്രീവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആപ്പിൾ ID വെച്ചിട്ട് ലോഗിൻ ചെയ്തപ്പോഴേക്കും ഞാൻ എടുത്തു വെച്ച എല്ലാ വീഡിയോസും എനിക്ക് കിട്ടി. എൻ്റെ എല്ലാ ഫോട്ടോസും വീഡിയോസും എല്ലാ നോട്ട്സും എല്ലാം എനിക്ക് കിട്ടി. എന്നെ സംബന്ധിച്ച് വലിയൊരു ഹെൽപ്പാണ് ആപ്പിൾ എന്ന കമ്പനി എനിക്ക് ചെയ്തു തന്നത്. ഇത്രയും വലിയൊരു എമൗണ്ട് എനിക്ക് പേ ചെയ്യേണ്ടി വന്നില്ല. അത് ഞാൻ എന്താ പറയുക, അവരോട് കമ്പനിയോട് ഭയങ്കരമായിട്ട് താങ്ക്ഫുള്ളാണ്. വാട്ടെവർ എനിക്കെൻ്റെ ഫോൺ കിട്ടി, അതിനുപരി എനിക്ക് വേറെ ഒന്നുമില്ല. അയ്യോ, അപ്പോൾ ഈ 25 ദിവസം ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട്. എനിവേ ഫോൺ കിട്ടി, ഇനി പഴയതുപോലെ വീഡിയോസ് ഇട്ട് തുടങ്ങണം. കാരണം ഞാൻ ആ ഫോൺ ഇല്ലാതിരുന്ന അത്രയും സമയത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, ഞാൻ അത്ര എൻജോയ് ചെയ്തൊരു പ്രോസസ്സായിരുന്നു വീഡിയോ എടുക്കണത്, എഡിറ്റ് ചെയ്യണതും അപ്ലോഡ് ചെയ്യണതൊക്കെ. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിനിടയ്ക്ക് ആൻഡ്രോയിഡ് ഫോൺ അറ്റ് ദ സെയിം ടൈം യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്തൊക്കെ വീഡിയോ എടുത്തിട്ട് എനിക്ക് എന്തോ പോലെ അറിയാൻ പാടില്ല. അപ്പം ഇതായിരുന്നു, ഒരു മാസമായിട്ട് ഫോൺ എൻ്റെ കയ്യിലേ ഉണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് ഫോൺ എൻ്റെ തിരിച്ച് കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്ക് ടു എങ്ങനെയായിരുന്നു ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു അതേപോലെ ഫോട്ടോസും വീഡിയോസും റീൽസും ഷോർട്സും എല്ലാം നമുക്ക് ഇട്ട് തുടങ്ങാം. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടിൽ ദെൻ ബൈ. മുകളിൽ 1 2 3 കാണിക്കുന്നുണ്ടോ? 1 2 3 4 5 6. ഓക്കെ ഫൈൻ. ഫുൾ കണക്കണ്ട, അത്ര അടിച്ചാൽ മതി.